ഹലോ അസ്സാം വലൈക്കും. ഇന്നിപ്പോൾ നമ്മളെ റൂമിലുള്ളൊരു ചേച്ചീൻ്റെ കുക്കിംഗ് ആണ് കേട്ടോ. നല്ല ചൂര തലക്കറിയും മുള്ളെല്ലായിട്ട് ഒരു കറിയാണ്. നല്ല ടേസ്റ്റിലുണ്ടാക്കും കേട്ടോ ചേച്ചി കറിയല്ല. അപ്പോൾ ആദ്യം ചട്ടി വെച്ചു, അതിലേക്ക് നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ വെറും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കേട്ടോ. അത് ഓവർ ചതയണ്ട, ഒന്ന് ചതച്ചതാണ് ചേച്ചി ഇട്ട് കൊടുക്കുന്നത്. ഉലുവ നന്നായിട്ട് പൊട്ടി വരണം കേട്ടോ. നന്നായി പൊട്ടി വന്നിട്ട് മാത്രം നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോൾ നന്നായിട്ട് മൂത്ത് ചുവന്ന കളറൊന്നും ആവണ്ട, നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ആ സമയം തന്നെ ചേച്ചി മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ ചുവന്ന കളറാവുന്നൊന്നുമില്ല. ഈ ഒരു കളറാകുമ്പോൾ തന്നെ ചേച്ചി മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇടുന്നുണ്ട്. അത് നന്നായിട്ട് മൂക്കണം. ഒരു 4 സ്പൂണ് മുളകും പൊടിയോളം ഇട്ടീന് ചേച്ചി. എന്താണെന്ന് പറഞ്ഞാൽ എരിവ് വേണമെന്ന് പറഞ്ഞിട്ട്. ഓവർ എരിവൊന്നുമില്ല, മീഡിയം എരിവുള്ളൂ. പിന്നെ ചൂര കറി ആകുമ്പോൾ, മീനാകുമ്പോൾ കുറച്ച് എരിവ് ഇടുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ പുളിവെള്ളം ഒരു 5 കുടംപുളി ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ആ വെള്ളത്തോടെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചാണ്. ആ വെള്ളത്തോടെ ചേച്ചിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ കറി വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ചേച്ചി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കും. പിന്നെ പച്ചമുളക്, ഒരു ഉണ്ടമുളകും വേറെ പച്ചമുളകും ഒരു 3-4 കരിയേപ്പ് ഇട്ടീന്. അത് വാട്ടുന്നില്ല കേട്ടോ, മുളകൊന്നും ചേച്ചി വാട്ടുന്നില്ല. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. എന്നിട്ട് ഇത് നന്നായി തിളച്ചിട്ട് മാത്രം എന്താക്കുക, നമ്മൾ പിന്നെ മീനിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കുറച്ചും കൂടി ചേച്ചി വെള്ളം കുറവാന്ന് പറഞ്ഞിട്ട് വെള്ളം ഇട്ട് കൊടുത്ത്. എന്താണെന്ന് പറഞ്ഞാൽ മീൻ അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്. ഇനി നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് ചേച്ചി മൂടി വെച്ചിട്ട് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ ടേസ്റ്റാണ്. നമ്മളെ വയനാട്ടിൽ വേറെ ടേസ്റ്റ്, ഇപ്പോൾ ചേച്ചി വേറെ നാട്ടിലാണ്, അപ്പോൾ ചേച്ചി വേറെ ടേസ്റ്റാണ് ചേച്ചീൻ്റെ. അപ്പോൾ അതാ മീനും മുള്ളും എല്ലാം ഇട്ട് കൊടുക്കുന്നത്. നല്ല ചൂരയായിരുന്നു. ഇന്നലെ സഫാരി പോയി ഞങ്ങൾ വാങ്ങിയതാണ് കേട്ടോ. അച്ചാറിടാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ അത് പറയാനാണ് ഞാൻ വന്നത്. അച്ചാറുണ്ട്, ആർക്ക് അച്ചാർ വേണമെങ്കിലും എനിക്ക് മെസ്സേജ് വിടുക. പിന്നെ അതേപോലെ തന്നെ ജോലി ഉണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ, ഞാൻ ജോലി ഇല്ലാത്ത പറഞ്ഞിന്, നിങ്ങൾ ആർക്കാണോ ജോലി ഉള്ളത് അല്ല എവിടെയാണോ ജോലി ഉള്ളത് അവരെ നമ്പർ ഞങ്ങൾക്ക് സെൻഡ് ചെയ്യും. നമ്മളെ നമ്പർ ഇതിൽ ഓപ്പൺ ആക്കി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളെ നമ്പർ തന്നാൽ ഞങ്ങൾ വിളിക്കുന്നതായിരിക്കും, വാട്സപ്പിൽ ബന്ധപ്പെടുന്നത്. അതേപോലെ എല്ലാ അച്ചാറും നാടൻ അച്ചാറാണ്, അതിൽ മായ ഒന്നുമില്ല, നല്ല അച്ചാറാണ് ഇട്ട് തരുന്നത്. നിങ്ങൾക്ക് ഏത് അച്ചാർ വേണമെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് വിടുക, അല്ലെങ്കിൽ നിങ്ങളെ നമ്പർ തരിക, ഞങ്ങൾ വാട്സപ്പിൽ ആയിട്ട് പിന്നെ എത്രയാണോ കാശ് എല്ലാം പറയുന്നതാണ്. അപ്പോൾ ചൂരതാത നല്ല ആക്കി ഇനി ചേച്ചി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. വേവിച്ച് പിന്നെ ഒന്ന് നല്ല 3-4 തള അടിച്ചിട്ട് പിന്നെ ചേച്ചി എന്താക്കുന്നുണ്ട്, തുറന്നിട്ട് വറ്റിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടുക്കതാ ചീര തോരൻ. ചീര എന്ന് പറഞ്ഞാൽ പൊന്നാങ്കണ്ണിയാണ്, എല്ലാവർക്കും അറിയാം. ഞാൻ ഒരുപാട് വീഡിയോയിൽ പൊന്നാങ്കണ്ണി ഉപ്പേരി വെക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അതിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. അത് നല്ല ചീരയാണ് കേട്ടോ. എന്തൊക്കെയോ നമ്മൾ അതിൽ എന്താ പറയുക, വിറ്റാമിൻ കൂടുതലാണെന്നാ എന്തോ രോഗത്തെല്ലാം തടയാനുള്ള കഴിവുണ്ട് എന്നെല്ലാം പൊന്നാങ്കണ്ണി ചീര പറയുന്നുണ്ട്, അറിയില്ല, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വാങ്ങി കഴിക്കാൻ നോക്കുക, നന്നായിട്ട് കഴുകുക. അപ്പോൾ ഇതിൽ കടുക് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ പച്ചമുളക്, വെളുത്തുള്ളി, തേങ്ങ, ഉപ്പും കൂട്ടിയിട്ട് നന്നായിട്ട് ഒതുക്കിയെടുത്തതാണ്. അതിട്ട് 2 മിനിറ്റ് ഒന്ന് ആട്ടിയിട്ട് ചേച്ചി ഇതാ ചീര ഇട്ട് കൊടുക്കുന്നു കേട്ടോ. പൊന്നാങ്കണ്ണി ചീര ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളിത് കഴിച്ചിട്ടെല്ലാം നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ മീൻ കറി ആണെങ്കിലും ഉണ്ടാക്കി വെക്കുക. നല്ല രസമുണ്ടായിരുന്നു മീൻ കറി കേട്ടോ. ചേച്ചി പിന്നെ എന്തുണ്ടാക്കിയാലും ടേസ്റ്റാണ്, നല്ല എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റോടെ ഉണ്ടാക്കുക. നല്ല കൈപ്പുണ്യമുള്ള ചേച്ചിയാണ്. അപ്പോൾ ഇത് നിങ്ങളാരും മറക്കണ്ട. എന്താണ്, അച്ചാർ വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് വിടുക കേട്ടോ. മെസ്സേജ് വിട്ടിട്ട് നിങ്ങളെ നമ്പർ തന്നാൽ ഞങ്ങൾ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഉണ്ടാക്കി വെക്കുന്ന പരിപാടിയൊന്നുമില്ല, നിങ്ങൾ ഓർഡർ അനുസരിച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും.
അപ്പോൾ ഇത് നന്നായിട്ട് അടിയിൽ നിന്ന് ഇളക്കി ഇതാക്കിയിട്ട് എന്താക്കുക, നന്നായിട്ട് തുള്ളി വെള്ളം ഒഴിക്കാൻ പാടില്ല. ഒന്ന് അമർത്തി മൂടി വെച്ചാൽ ഒരു 5 മിനിറ്റ്, ഇതിന് വേവ് കുറവാണ്, 5 മിനിറ്റ് കൊണ്ട് നമ്മളെ പൊന്നാങ്കണ്ണി ചീരയും റെഡിയാവും. അപ്പോൾ ഇന്നത്തെ ഫുഡ് കണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ ഇന്നത്തെ ഫുഡ്. അപ്പോൾ ജോലി ഉണ്ടെങ്കിലും പറയുക, പ്രസവ പണി, പിന്നെ കുക്കിങ്, കുട്ടികളെ നോക്കൽ, പിന്നെ ക്ലീനിങ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ മെസ്സേജ് വിടാൻ പറയണം. മെസ്സേജ് വിട്ടാൽ പോരാ, ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ നമ്പർ ഞങ്ങൾക്ക് തരണം. ഞങ്ങളെ നമ്പർ ഓപ്പൺ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. നിങ്ങളെ നമ്പർ തന്നാൽ ഞങ്ങളതിൽ മെസ്സേജ് വിടുന്നതായിരിക്കും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള ചീരയാണ്. അപ്പോൾ എല്ലാവരും വാങ്ങിയിട്ട് എന്താക്കണം, ഇത് ഉണ്ടാക്കി നോക്കണം. ഈ ചീര ഇവിടെ സഫാരിയിൽ വരുന്ന ശ്രീലങ്കയിൽ നിന്നാണ് കേട്ടോ. ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് വിശേഷം? പിന്നെ ഈ ആവശ്യമില്ലാത്ത മെസ്സേജ് വിടുന്നവരോടാണ് ഞാൻ പറയുന്നത്. ദേഷ്യമോ കാര്യം ഉണ്ടായിട്ട് പറയുന്നതല്ല, ഞാൻ മൈൻഡ് ചെയ്യില്ല കേട്ടോ. നിങ്ങൾ ഇട്ടിട്ട് മടുക്കുക എന്നല്ലാതെ ഞാൻ മൈൻഡ് ചെയ്യില്ല. പിന്നെ അതാ മീൻകറി കണ്ട, മീൻകറി നന്നായിട്ട് വറ്റി കുറുകി ഈ കളറായി, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തോരനുമായി നമ്മളെ മീൻകറിയുമായി. ഇതാ കണ്ട, കുറേ ചീര ഉണ്ടായിരുന്നു. വെന്ത് കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്താക്കുക, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. ആരും ലൈക്ക് അടിക്കാനൊന്നും മറക്കണ്ട കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോറ് ഇന്നലായി, ചേച്ചിയും ഞാനും ഇതാ ചോറ് നിന്ന് ഒരു സമാധാനം ഇവിടെ നിൽക്കുമ്പോൾ ചേച്ചിയെ വിളമ്പി തരുന്ന ചെയ്യുക. അപ്പോൾ അതങ്ങനെ ഞങ്ങൾ ചോറ് തിന്നാണ്. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. ആരും എന്നെ സപ്പോർട്ട് ചെയ്യാതെ നിൽക്കരുത്, ലൈക്ക് അടിക്കാതെ. നിങ്ങൾ നല്ലതെല്ലാം മെസ്സേജ് വിട്ടോളൂ, ഞാൻ അതിനുള്ള മറുപടി തരും. പിന്നെ ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരിക. ഇപ്പോൾ വീഡിയോയിലാണെങ്കിലും പിന്നെ ഞാൻ ഏത് മെസ്സേജ് ആണെങ്കിലും ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. ലൈക്ക് അടിക്കുക, ദുആ ചെയ്യുക. എൻ്റെ താത്താക്കും വേണ്ടിയിട്ട്, എനിക്കും വേണ്ടിയിട്ടല്ലോ, എൻ്റെ താത്ത ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ താത്താക്ക് ക്യാൻസറാണ്. എൻ്റെ താത്താക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യുക, വേറെ ഒന്നും വേണ്ട. നിങ്ങൾ ആരെങ്കിലും ഒരു ദുആയിരിക്കും പഠിച്ചവൻ കേൾക്കുക. അപ്പോൾ എൻ്റെ താത്താക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യുക. ഇനി ഒരാൾക്കും അങ്ങനത്തെ ഒരു അസുഖം പഠിച്ച റബ്ബ് കൊടുക്കാതിരിക്കട്ടെ.